നമസ്കാരം, ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നെസ്റ്റോലത്തെ ആഘോഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നെസ്റ്റോല് ഇന്നലെ മിനിയാന്നും ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷങ്ങൾ നടക്കണം. അപ്പം ഞങ്ങളും അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നെസ്റ്റോല് നമ്മൾ ചെല്ലുമ്പോൾ കണ്ടത് അവിടുത്തെ ഒരു മാജിക് ഷോ ആണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ അവിടെ ഇരുന്ന് കൈയടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അടുത്ത് പോയി കാണാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അങ്ങനെ കുറച്ചു നേരം പുറകിലിരുന്ന് കണ്ടു. അതിനകത്തൊരു പോലീസുകാരനൊക്കെ നിൽക്കുന്നുണ്ട്. പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടമ്പിള്ള. ഈ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ പോലീസുകാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരള പോലീസിൻ്റെ ഇതിലാണ് അവിടെ ഉള്ളത്. പക്ഷേ കുട്ടമ്പിള്ള എന്ന് പേര് മാത്രമേ ഉള്ളൂ. ബംഗാളിയായിരുന്ന ആള്. അപ്പം അതങ്ങനെ ഒരു കോമഡി ആയിരുന്നു. നമുക്ക് പിന്നിലിരുന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അത് കാരണം അധികം ദൂരേക്ക് അങ്ങോട്ട് കാണാൻ ഇത് കഴിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ലൈറ്റ് ഇങ്ങോട്ട് വെച്ച കാരണം നമുക്കധികം ആളിനെ തിരിച്ചറിയാൻ പറ്റാത്തൊരിതായിപ്പോയി. പിന്നെ തന്നെ ഇവിടത്തൊക്കെ അറിയാലോ, സൗദികൾ നമ്മളങ്ങോട്ട് വിടുന്നില്ല, അവരെ സെക്യൂരിറ്റി. എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലെടുത്ത് ഭയങ്കര ആൾത്തിരക്കായിരുന്നു. എല്ലായിടത്തും ഫുള്ള് തിരക്കായിരുന്നു. കുട്ടികളും അതിലെ അറബികളും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആ കടയിൽ വന്ന ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് 2-3 മാജിക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടിയും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ബോള് ഇങ്ങനെ ഇട്ട് എറിയുന്നതും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു ആദ്യം കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തലേന്നൊരു എന്താ പറയുക, ഒരു മുയലിനെ പ്രാവിനെയൊക്കെ എടുക്കണ്ടായിരുന്ന ആള്. അപ്പം തൊട്ടടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. പിന്നെ ബലൂൺ വീർപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ പോയി അത് വീർപ്പിച്ചു. പക്ഷെ ഞങ്ങളന്ന് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കണ്ടോ, ഇത്രയ്ക്ക് ദൂരെയായിരുന്നു ഇരുന്നിരുന്നത്. അതിന് കൂടെ അങ്ങോട്ട് പോകാൻ ഉള്ളൊരവസരം ഉണ്ടായില്ല. അങ്ങനെ ഏകദേശം ഒരു 12 മണി വരെയും അത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ പാട്ട് പാടാൻ കയറിയിട്ട് അവരെ മൈക്ക് സൗണ്ട് സിസ്റ്റം ശരിയില്ലാത്തതുകൊണ്ട് അതിനൊന്നും തുനിഞ്ഞു. പക്ഷേ 2 പ്രാവശ്യം നമ്മുടെ ഇന്ന് കട്ടായി. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം മറ്റേ മാജിക് ഷോ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. ആ മാജിക് ഷോ കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ ഡാൻസ് ഉണ്ടായിരുന്നത്. മറ്റേ നമ്മുടെ എന്താണ് അതിനെ പറയുക, സൂഫി ഡാൻസ് എന്നങ്ങാണ്ടാണ് അതിനെ പറയാം. അങ്ങനെ അതും കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നെസ്റ്റൻ്റെ അകത്തേക്ക് കയറിയപ്പോഴായിരുന്നു ഭയങ്കര സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, ചായക്കട അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ അവതരിപ്പിക്കാൻ പോണത് സൂഫി ഡാൻസാണ് കേട്ടോ. ഒരാൾ, പക്ഷെ അത് പുള്ളി താഴെ നിന്നിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും പുറകിലുള്ളവർക്ക് പുള്ളി ഒരു ചെറിയ മനുഷ്യനായതുകൊണ്ടേ പുറകിലുള്ളവർക്ക് കാണാൻ കിടന്ന് തിരിഞ്ഞു നോക്കിയ ആള്. എന്നാലും ഏകദേശം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളി അങ്ങനെ എത്ര സമയമാണോ അങ്ങനെ തിരിഞ്ഞ് നിന്നണ്ട. ഇതേപോലെ ലൈറ്റൊക്കെ വെച്ച് കണ്ടിട്ട് ഒരു സാധനം തിരിഞ്ഞ് കളിക്കരുത്. എന്തായാലും നല്ലൊരു ഡാൻസ് ആയിരുന്നു അത്. ഇത് എവിടുത്തെ ആളാണെന്നറിയില്ല, ഈജിപ്ഷ്യനാണെന്ന് തോന്നുന്നു. ഈജിപ്ഷ്യൻ്റെ ഡാൻസ് ആയിരുന്നു അത്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ ആയ സാധനം ഫുള്ളായിട്ട് പൊന്തി മേലേക്ക് പോകുമായിരുന്നു. അതാണ് സൂഫി ഡാൻസ്. ആദ്യമായിട്ട് കണ്ടതാണ്. സിനിമയിലല്ലാതെ നമ്മൾ നേരിട്ട് ഇത് കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ നേരം നിന്ന് കറങ്ങാന്ന് പറഞ്ഞാൽ ഒരു വലിയ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. കണ്ട ഇത്
എന്താ ഭംഗിയില്ലേ, രാത്രി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നു ഈ ഡാൻസ്. മേലെ പൊന്തി പോയിട്ട് താഴേക്ക് വരും. അത് മൊത്തം ലൈറ്റായിരുന്നു അതിലിട്ടാ, ലൈറ്റ് ഇട്ട് വയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 11-11:30 വരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത്. അതിനകത്ത് 11:30-12 മണിയായപ്പോഴേക്കും ആൾക്കാരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമായി. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ ആഘോഷമാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പോയി അത് കണ്ടു, തിരിച്ചു പോന്നു, അത്രേ ഉള്ളൂ. ഇതാണ് സൂഫി ഡാൻസ്. കണ്ടോളി മക്കളെ. ഇങ്ങനെ പൊന്തിപ്പോകും മേലേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം വരെ കാണണം. അവസാനം കണ്ടു കഴിയുമ്പോഴേ അതിൻ്റെ ഇതറിയാം. നമ്മുടെ ചായക്കട, പെട്ടിക്കട, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നെസ്റ്റോനകത്ത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള വീഡിയോ എടുത്ത് ഓക്കെ. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഇടാം. എന്ന് വെച്ചാൽ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണാത്തതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ നിർത്തുന്നു.